ഫ്രണ്ട്ഷിപ്പിന്റെ പേര് പറഞ്ഞിട്ട് വൃത്തികെട്ട അവസ്ഥയിലേക്ക് ചെറുപ്പക്കാരികളും ഉൾപ്പെടെ അധപ്പതിച്ചു പോയിക്കൊണ്ടിരിക്കുകയാ, മോശമായ അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാ. എന്ന് മാത്രമല്ല, ഇന്നോ ഇന്നലെയോ മിസ് കോളിലൂടെ പരിചയപ്പെട്ട ഒരുത്തന് വേണ്ടി ഇറങ്ങിപ്പോകാൻ പെണ്ണുങ്ങൾക്ക് മടിയൊന്നുമില്ല. പ്രിയപ്പെട്ട ഭർത്താവ് ഗൾഫിൽ കടന്ന് ചോരനീരാക്കി കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴും ആ ഭർത്താവിനെ മറന്ന്, പ്രിയപ്പെട്ട മക്കളെ മറന്ന്, കുടുംബത്തെ മറന്നുകൊണ്ട് അവരോടൊപ്പം ജീവിതത്തിൽ ഒരു സന്തോഷത്തിന്, സുഖത്തിന്റെ പേരിൽ നൈമിഷികമായ ശാരീരികമായ ആസ്വാദനത്തിന് വേണ്ടി ഇറങ്ങിപ്പോകുന്ന പെണ്ണുങ്ങളെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്റെ സഹോദരങ്ങളെ മാറ്റമുണ്ടാകണം, അല്ലാഹുവിന്റെ ഖുർആൻ ശക്തമായ താക്കീതാ തരുന്നത്, പടച്ച തമ്പുരാൻ ശക്തമായ താക്കീതാ തരുന്നത്. അല്ലാഹുവിനെ വലിച്ചെറിഞ്ഞുകൊണ്ട്, അല്ലാഹുവിന്റെ റസൂലിനെ വലിച്ചെറിഞ്ഞുകൊണ്ട്, ഇസ്ലാമിനെ വലിച്ചെറിഞ്ഞുകൊണ്ട്, സത്യവിശ്വാസികൾ സ്വീകരിക്കേണ്ട സച്ചരിതരായ സത്യവാദികളെ വലിച്ചെറിഞ്ഞുകൊണ്ട് ആരെങ്കിലും ഒരാൾ ഇസ്ലാമിനെ വലിച്ചെറിഞ്ഞുകൊണ്ട് സുഖത്തിന്റെ പരദീസ തേടിപ്പോയാൽ അല്ലാഹു പറയുന്നു, ഞാൻ അവരെ അങ്ങ് വിട്ടേക്കും, ഞാൻ അവരെ അങ്ങ് കയറൂരി വിട്ടേക്കും. പോട്ടെ, പാർക്കിൽ പോണോ, ബീച്ചിൽ പോണോ, ഹോട്ടലിലേക്ക് പോകണോ, കാമുകിക്കും കാമുകനും ഒന്നിച്ചിരുന്ന് രസിക്കണോ, അല്ലാഹു പറയുന്നു, ഞാൻ അവരെ അങ്ങ് വിട്ടേക്കും. പക്ഷേ ഒരു ദിവസം ഞാൻ പിടികൂടുന്നതാ, സൂക്ഷിച്ചുകൊള്ളുക. പ്രേമത്തിന്റെ പിന്നാലെ പോകുന്നവർ, ഇസ്ലാം അനുവദിക്കാത്ത കാര്യങ്ങളുടെ പിന്നാലെ പോകുന്നവർ ഹൃദയത്തിൽ കുറിച്ചിട്ട് കൊള്ളുക. അല്ലാഹുവിന്റെ റസൂൽ വിശുദ്ധമായ ഖുർആൻ പഠിപ്പിച്ച വാക്കുകളാ, ഹൃദയത്തിൽ കുറിച്ചിട്ട് കൊള്ളുക. അങ്ങനെ പോകുന്നവരെ അല്ലാഹു വന്ന് വിടുകയാ. പക്ഷേ അല്ലാഹു പറയുന്നു, വനസ്ലുഹു ജഹന്നമ, നരകത്തിലിട്ട് ഞാൻ അവരെ പിടികൂടും. എല്ലാത്തിനും അവർക്ക് പകരമുണ്ട്. കാമുകന്റെ പിന്നാലെ കെട്ടിപ്പിടിച്ചിരുന്നു പോയിരുന്ന പെണ്ണ്, കാമുകിയെ പിന്നാലെ ഇരുത്തിക്കൊണ്ടുപോയ ചെറുപ്പക്കാരാ, നീ ഹോട്ടലിലേക്ക് പോയി നല്ല മാംസാഹാരങ്ങൾ വാങ്ങിച്ചു കഴിച്ചോ, നിങ്ങൾ ബേക്കറിയിലേക്ക്, ഹോട്ടലിലേക്ക് പോയി ജ്യൂസും ഐസ്ക്രീമും വാങ്ങിക്കൊടിച്ചു, അനിവാര്യമില്ലാത്ത പാർക്കുകളിലേക്ക്, ബീച്ചുകളിലേക്ക്, നല്ല പ്രകൃതി രമണീയമായ സ്ഥലങ്ങളിലേക്കും പോയി കെട്ടിപ്പിടിച്ചിരുന്ന് നിങ്ങൾ രസിച്ചു, നിങ്ങൾ സന്തോഷിച്ചു. ശരീരം തമ്മിൽ തൊട്ടുരുമ്പിക്കൊണ്ട് പ്രേമത്തിന്റെ അനുരാഗത്തിന്റെ തേങ്ങുകരാൻ നിങ്ങൾ തയ്യാറായോ? അല്ലാഹുവിന്റെ ഖുർആൻ ശക്തമായ താക്കീതാ തരുന്നത്. പടച്ച തമ്പുരാൻ പറയുകയാ, സത്യമാർഗവേദം നിറഞ്ഞിട്ടും സത്യജീവേദം നിറഞ്ഞിട്ടും അല്ലാഹുവിനെ വലിച്ചെറിഞ്ഞുകൊണ്ട്, അല്ലാഹുവിനെയും റസൂലിനെയും ധിക്കരിച്ചുകൊണ്ട് ആരെങ്കിലും ഇറങ്ങി പുറപ്പെടുന്നോ, അല്ലാഹു പറയുകയാണ്, സത്യവിശ്വാസികൾക്ക് ചേരാത്ത മാർഗത്ത്, സത്യവിശ്വാസികൾക്ക് അംഗീകരിക്കാൻ പറ്റാത്ത മാർഗത്ത്, സത്യവിശ്വാസത്തെ വലിച്ചെറിഞ്ഞുകൊണ്ട് അസത്യത്തിന്റെ മാർഗത്തിലേക്ക് മതമാറ്റം നടത്തിക്കൊണ്ട് ആരെങ്കിലും ഒളിച്ചോടുന്നോ, ആരെങ്കിലും അങ്ങനെ അപഥസഞ്ചാരം നടത്തുന്നുവോ, ഭീമായ അല്ലാഹുവിന്റെ റസൂലിന്റെ നാവിലൂടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖുർആനിന്റെ ദിവ്യസൂക്തങ്ങൾ പെയ്തിറക്കുകയാ. അല്ലാഹു പറയുകയാണ്, ആരെങ്കിലും അങ്ങനെ പോയാൽ, ആരെങ്കിലും അങ്ങനെ അപഥസഞ്ചാരം നടത്തിയാൽ, ആ പോകുന്ന പോക്കിൽ ഞാൻ അവരെ എന്ന് വിടുകയാ, എന്നിട്ട് അല്ലാഹു പറയുന്നു, നരകത്തിലിട്ട് ഞാൻ അവരെ പിടികൂടുന്നതാ. ഇന്നെവിടെ വേണമെങ്കിലും പോകണോ, പോയി കൊള്ളുക. പാർക്കിൽ പോകണോ, ബീച്ചിൽ പോകണോ, കോർട്ടിൽ പോകണോ, പാർലറിൽ പോകണോ, എവിടെ വേണമെങ്കിലും ചുറ്റിക്കറങ്ങിക്കൊള്ളുക. അല്ലാഹു പറയുന്നു, ഇന്ന് ഞാൻ നിന്നെ എന്ന് വിട്ടാലും നരകത്തിലിട്ട് ഞാൻ പിടികൂടുന്നതാ.